ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പെട്രോൾ വാഹനങ്ങളിൽ കണ്ടുവരുന്ന EVAP സിസ്റ്റത്തിനെ കുറിച്ചാണ്. EVAP സിസ്റ്റം ഒരു പൊല്യൂഷൻ കൺട്രോൾ സിസ്റ്റമാണ്. ഇവാപറേഷൻ എമിഷൻ കൺട്രോൾ സിസ്റ്റം എന്നാണ് EVAP സിസ്റ്റത്തിന്റെ പൂർണ്ണരൂപം. ഒരു വാഹനത്തിൽ നിന്നുള്ള എമിഷന്റെ 20% എമിഷനും സംഭവിക്കുന്നത് ഫ്യൂവൽ ടാങ്കിൽ നിന്നും കാർബറേറ്ററിൽ നിന്നുമെല്ലാം ഫ്യൂവൽ ഇവാപറേഷൻ സംഭവിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നതിലൂടെയാണ്. ഇത്തരത്തിൽ കാർബറേറ്ററിൽ നിന്നും ഫ്യൂവൽ ടാങ്കിൽ നിന്നുമെല്ലാം ഇവാപറേഷൻ സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് ഗ്യാസ് ഫോമിലേക്കായി മാറുന്ന ഹൈഡ്രോ കാർബൺസിനെ അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടാതെ ഒരു ചെറിയ കണ്ടെയ്നറിൽ ശേഖരിച്ചു വെക്കുകയും എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു കഴിയുമ്പോൾ ഈ ശേഖരിച്ചു വെച്ചിട്ടുള്ള ഫ്യൂവലിനെ ഇൻലെറ്റ് മാനിഫോൾഡ് വഴി കമ്പസ്റ്റൻ ചേമ്പറിൽ എത്തിച്ചുകൊണ്ട് കമ്പസ്റ്റന് വിധേയമാക്കുകയുമാണ് ഈ ഒരു സംവിധാനം ചെയ്യുന്നത്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ ടെക്നോളജി ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന എഞ്ചിനുകളിൽ ഫ്യൂവൽ ടാങ്കിൽ നിന്നും മാത്രമേ ഫ്യൂവൽ ഇവാപറേഷൻ എമിഷൻ സംഭവിക്കുവാൻ സാധ്യതയുള്ളൂ. സിയലയുടെ കാപ്പോട് കൂടിയ ഒരു ഫ്യൂവൽ ടാങ്ക്, വെന്റ് ഹോസ്, വേപ്പർ കാനിസ്റ്റർ, പർജ് ഫ്ലോ സെൻസർ, പർജ് വാൾവ്, വെന്റ് സോളിനോയിഡ് തുടങ്ങിയ പ്രധാന പാർട്സുകളാണ് EVAP സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. ഫ്യൂവൽ ടാങ്കിലെ ഫ്യൂവൽ ഇവാപറേഷൻ സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് ഫ്യൂവൽ വേപ്പർ ഫ്യൂവൽ ടാങ്കിന്റെ മുകൾ ഭാഗത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഫ്യൂവൽ ടാങ്കിന്റെ മുകൾ ഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ലിക്വിഡ് വേപ്പർ സെപ്പറേറ്ററിലൂടെ ഈ ഹൈഡ്രോ കാർബൺ മിശ്രിതം വെന്റ് ലൈനിലെത്തുന്നു. ഫ്യൂവൽ ടാങ്കിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ലിക്വിഡ് ഫോമിലുള്ള ഫ്യൂവലിന് വെന്റ് ലൈനിലേക്ക് കടത്തിവിടാതെ നിർത്തുന്നത് ലിക്വിഡ് വേപ്പർ സെപ്പറേറ്ററാണ്. വെന്റ് ലൈൻ വഴി സഞ്ചരിക്കുന്ന ഫ്യൂവൽ വേപ്പർ ചാർക്കഹോൾ കാനിസ്റ്ററിൽ എത്തുന്നു. ആക്ടിവേറ്റഡ് ചാർക്കഹോൾ അടങ്ങിയിരിക്കുന്ന ഒരു ചെറിയ കണ്ടെയ്നറാണ് ഇവാപ്പ് കാനിസ്റ്റർ. കാനിസ്റ്ററിൽ അടങ്ങിയിരിക്കുന്ന ചാർക്കഹോൾ ഒരു സ്പോഞ്ച് പോലെ പ്രവർത്തിക്കുകയും വെന്റ് ലൈൻ വഴി വരുന്ന ഫ്യൂവൽ വേപ്പറിനെ ആഗിരണം ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഫ്യൂവൽ ടാങ്കിൽ നിന്നും വരുന്ന ഫ്യൂവൽ വേപ്പറിനെയെല്ലാം കാനിസ്റ്റർ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞതിനു ശേഷം ECMൽ നിന്നുള്ള ഔട്ട്പുട്ട് സിഗ്നൽ സ്വീകരിച്ചുകൊണ്ട് പർജ് വാൾവ് ഓപ്പൺ ആവുകയും ഇൻലെറ്റ് മാനിഫോൾഡിൽ അനുഭവപ്പെടുന്ന നെഗറ്റീവ് പ്രഷർ വാക്യൂം ലൈൻ വഴി കാനിസ്റ്ററിൽ അനുഭവപ്പെടുകയും അതിന്റെ ഫലമായി കാനിസ്റ്ററിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഹൈഡ്രോ കാർബൺസ് വാക്യൂം ലൈൻ വഴി ഇൻലെറ്റ് മാനിഫോൾഡിൽ എത്തുകയും ചെയ്യുന്നു. ഇൻലെറ്റ് മാനിഫോൾഡിൽ എത്തുന്ന ഹൈഡ്രോ കാർബൺസ് എഞ്ചിൻ വലിച്ചെടുക്കുന്ന എയറിനോടൊപ്പം കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് കമ്പസ്റ്റന് വിധേയമാവുകയും ചെയ്യുന്നു. ചാർക്കഹോൾ കാനിസ്റ്ററിൽ നിന്നും ഇൻലെറ്റ് മാനിഫോൾഡിലേക്കുള്ള ഹൈഡ്രോ കാർബൺസിന്റെ ഫ്ലോ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ECM മനസ്സിലാക്കുന്നത് വാക്യൂം ലൈനിൽ ഘടിപ്പിച്ചിരിക്കുന്ന പർജ് ഫ്ലോ സെൻസറിൽ നിന്നുള്ള ഇൻപുട്ടുകൾ സ്വീകരിച്ചുകൊണ്ടാണ്. ഇൻലെറ്റ് മാനിഫോൾഡിൽ നിന്നുമുള്ള വാക്യൂം ചാർക്കഹോൾ കാനിസ്റ്ററിൽ അമിതമായി അനുഭവപ്പെടുകയാണെങ്കിൽ കാനിസ്റ്റർ തകരാറിലാകാനും ഇത് EVAP സംവിധാനത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കാനും ഇടയുണ്ട്. അന്തരീക്ഷമർദ്ദം ആവശ്യാനുസരണം ചാർക്കഹോൾ കാനിസ്റ്ററിലേക്ക് കടത്തിവിട്ടുകൊണ്ട് ഇത്തരം തകരാറുകളിൽ നിന്നും ചാർക്കഹോൾ കാനിസ്റ്ററിനെയും EVAP സിസ്റ്റത്തിനെയും സംരക്ഷിക്കുന്നത് EVAP സിസ്റ്റത്തിൽ അടങ്ങിയിരിക്കുന്ന വെന്റ് സോളിനോയിഡ് വാൾവാണ്. സാധാരണ സന്ദർഭങ്ങളിൽ വെന്റ് സോളിനോയിഡ് വാൾവ് ക്ലോസ്ഡ് പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. വേപ്പർ കാനിസ്റ്ററിൽ അമിതമായ വാക്യൂം അനുഭവപ്പെടുമ്പോൾ വെന്റ് സോളിനോയിഡ് വാൾവ് ഓപ്പൺ ആവുകയും തുടർന്ന് അന്തരീക്ഷ വായു ആവശ്യാനുസരണം വേപ്പർ കാനിസ്റ്ററിലേക്ക് എത്തുകയും ചെയ്യുന്നു. വെന്റ് സോളിനോയിഡ് വാൾവും പർജ് സോളിനോയിഡ് വാൾവും ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും ECM നൽകുന്ന ഔട്ട്പുട്ട് സിഗ്നലുകൾ സ്വീകരിച്ചുകൊണ്ടാണ്. പർജ് വാൾവ്, വെന്റ് സോളിനോയിഡ് വാൾവ് തുടങ്ങിയവ ECM നിയന്ത്രിക്കുന്നത് വ്യത്യസ്തങ്ങളായ സെൻസറുകളിൽ നിന്നുള്ള ഇൻപുട്ട് സ്വീകരിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, ഡീസലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് കത്തുന്നതും പെട്ടെന്ന് ഇവാപറേഷൻ സംഭവിക്കുന്നതും പെട്രോളാണ്. വാഹനങ്ങളുടെ ഫ്യൂവൽ ടാങ്കിൽ നിന്നും കാർബറേറ്ററിൽ നിന്നുമെല്ലാം വളരെയധികം ഫ്യൂവൽ ഇവാപറേഷൻ സംഭവിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന ഹൈഡ്രോ കാർബൺസിന്റെ അളവ് വളരെ കൂടുന്നത് പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രതിഭാസമാണ്. മാത്രമല്ല, ഫോസിൽ ഇന്ധനങ്ങളായ പെട്രോൾ, ഡീസൽ തുടങ്ങിയവ പോലുള്ള ഇന്ധനങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ഇവ ദുരുപയോഗപ്പെടുത്താതെ കാര്യക്ഷമമായ രീതിയിൽ ഉപയോഗിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ടെക്നോളജികൾ വാഹനങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ളത്.